എന്റെ പേര് രമണി. രമണി, അതെയാ? അതറിയില്ല കേട്ടോ. നിങ്ങൾ എത്ര പ്രാവശ്യമായി ഇടുന്നത്? ഞാനിവിടെ പൊങ്കാല തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം മുടങ്ങിയിട്ട്. അതെയാ? അതെന്നാ മുടങ്ങിപ്പോയെ? അതെൻ്റെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ മോളെ ഭർത്താവ് മരിച്ചോണ്ട്. ആ, ഈ പൊങ്കാല ഇത്രയും വർഷം ഇട്ടില്ലേ നിങ്ങള്? അപ്പോ അതിലെന്തെങ്കിലും ഒരു അനുഭവം ആദ്യം മുതലേ ഉണ്ട്. ഫസ്റ്റിലിടുമ്പോ ഒരു വീട് വേണമെന്ന് വിചാരിച്ച് വീടായി. അങ്ങനെ ഓരോരോ പ്രാവശ്യം ഓരോരോ അനുഭവം ഉണ്ട്. ഇപ്രാവശ്യം എൻ്റെ മക്കൾക്ക് ജോലി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചതാണ് പൊങ്കാല ഇടുമ്പോ മക്കൾക്ക് ജോലിയായി ഇപ്രാവശ്യം ഇടാം. അങ്ങനെ ഇപ്രാവശ്യം ഇട്ടു. നമസ്കാരമുണ്ട്. പൊങ്കാലയെ പറ്റി രണ്ട് വാക്കിൽ ഒതുങ്ങില്ല, എന്നാലും നമുക്ക് കുറച്ച് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്നായി 2 വാക്ക്. പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് പോത്തൂരമ്മക്ക് മകരപ്പൊങ്കാല, മകരസംക്രമ ദിനാനിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 17ാമത്തെ വർഷമാണ് ഇവിടെ അമ്മക്ക് എല്ലാവരും ചേർന്ന് പൊങ്കാലയിട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് ആൾക്ക് കാര്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ കാര്യം സാധിച്ചിട്ട് വരുന്നവരായിരിക്കും അധികവും. എത്രാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്? ഇത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട്. രണ്ടാമത്തെ അല്ലേ? പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് എന്തുണ്ട് അനുഭവം? നല്ല ഒരു മനസ്സുകൊണ്ടോ അല്ലേ? അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നത്. 3 വർഷം ഇടുന്നല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആവശ്യം കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത്ര ആള് സന്തോഷം. അതെയാ? ഇങ്ങനെ ചുറ്റുപാടും ഉണ്ടാവില്ല. ഞാൻ ബേക്കിലുള്ള അറിയില്ല, ഞാൻ ആ ഭാഗത്തല്ലെന്ന് വിചാരിച്ചു. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൂവത്തൂര് അമ്മയ്ക്ക് മകരപ്പൊങ്കാലയാണ് ഇന്ന്. അപ്പോൾ പൊങ്കാല ഇടുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നോക്കുന്നത്. ഞാനിതുവരെ പോയിട്ട് അടുത്തുനിന്ന് കണ്ടിട്ടില്ല. അമ്മ പോക്കുണ്ടല്ലേ? ഞാൻ 2 കൊല്ലം പോയി. എന്തുണ്ട് പോയി കണ്ട അനുഭവം? പോയി കണ്ടെന്നാപ്പാ ആൾ ഒരുപാട് ആളുണ്ടോ? ഇഷ്ടം പോലെ. വേറെ എന്നാ പറയാ? ഒന്നുമില്ല. എന്നാ ചങ്ങായി പറയാം, നമുക്ക് നേരെ പോയിട്ട് ഈ പൊങ്കാല ഇടുന്നതും അവിടുത്തെ കാഴ്ചകളും ഭക്തജനങ്ങളെല്ലാം നമുക്ക് കാണാം. നമ്മൾ ഇതിനിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പോത്തൂർ അമ്പലത്തിൽ. മണ്ഡലകാലത്തെ അമ്പലദർശനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സമയത്തൊന്നും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമ്മൾ ഷീബേച്ചിൻ്റെ അട പൊങ്കാല ഇടുന്നുണ്ട് എന്നാണ് പറഞ്ഞ് പോയിട്ട് കാണാം. ഇന്ന് മകരവിളക്കുവാന്ന് പറഞ്ഞ പോലെ. എല്ലാവർക്കും മകരവിളക്കിൻ്റെ ആശംസകൾ, പൊങ്കാലേൻ്റെയും ആശംസകൾ. പോവാം. വലിയ വെളിച്ചമായി വഴികാട്ടിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ പൊങ്കാല വലിയ ഉരുളിയിൽ പൊങ്കാല പായസം ഒരുക്കുന്നത്. അരി കഴുകാൻ അറിയുന്നില്ല. അഗ്നി പകരം കൊടുക്കുന്ന പൊങ്കാല സമർപ്പണത്തിന് അഗ്നി തെളിഞ്ഞാലും അമ്മമാരും കന്യകുമാരും സമർപ്പിക്കുന്ന പൊങ്കാലയിലേക്ക് അഗ്നി സേവകന്മാരെ എത്തിക്കുന്നതാണ്. എല്ലാ അടുപ്പുകളിലേക്കും എത്തിക്കാനുള്ള വ്യവസ്ഥ നിർബന്ധമായിട്ടും സാവകാശം ചെയ്യേണ്ടതാണ്. വ്രതശുദ്ധിയോടെ ഇവിടെ വന്ന് പൊങ്കാലക്കിറ്റ് വാങ്ങിക്കാൻ ഇനി ആരും ബാക്കിയില്ല എന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വേഗത്തിൽ കിഴക്ക് ഭാഗത്ത് അവിടെ ശുചിയൊന്ന് കണ്ടു കയറി രമ്യ ഓടി വരും. അവർക്കൊന്ന് കണ്ടു കിഴക്ക് ഭാഗത്ത് സൗകര്യമുണ്ട്. അവരെ അവിടെ പോയി പൊങ്കാല സമർപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്യണം. ഇനിയും 20 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പം ആരും തന്നെ അരി കഴുകാനും മറ്റും ശ്രമിക്കരുത്. ആവശ്യത്തിനുള്ള നിർദ്ദേശം
ഉറപ്പായിട്ടും തരും. ഒരു തരത്തിലുള്ള വൈകല്യവും വരുത്തില്ല. പൊങ്കാല സമർപ്പണത്തിനുള്ള സമയം ആവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ അമ്മയിൽ സമർപ്പിതമായ ഭക്തിയോടെ മനസ്സിൽ നിറയുന്ന നാമജപത്തോടെ ഈ വർഷത്തെ പൊങ്കാല ഉത്സവം പൊങ്കാല സമർപ്പണ ജീവിതത്തിലെ അമ്മയുടെ അനുഗ്രഹം നിറവായ വെളിച്ചമായ വഴികാട്ടിയായി അറിയിക്കുകയെന്ന് ആഗ്രഹിക്കുകയാണ്. പൊങ്കാല സമർപ്പിക്കുന്ന ഭക്തികളും ഒട്ടും പരിഗണിക്കുന്നതും നമ്മുടെ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യേണ്ടതാണ്. ഈ ഭക്തി അമ്മയ്ക്കുള്ള സമർപ്പണമായി സ്നേഹമായി തന്നെ മാറട്ടെ. യഥാർത്ഥത്തിൽ ഭക്തി എന്നത് സ്നേഹമാകുന്നത്. കേൾക്കുന്നില്ലാതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിക്കുന്നത്. ആ ഗണേശ സേവാ സമിതിക്കാരൊന്ന് പറഞ്ഞു നേരാക്കി ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അഗ്നി പകരാൻ വേണ്ടി കിഴക്കും പടിഞ്ഞാറായിട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് പൊങ്കാല നിവേദ്യം പാകം ചെയ്യണം. സംശയമില്ല. ഈ നിർദ്ദേശം ആരോഗ്യം ചെയ്യണം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ വേണമെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. എന്തെല്ലാം എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല? ആദ്യമായിട്ടാ? വേറെ ആരും കൊണ്ടോ? അതെയാ? പൊങ്കാല സമർപ്പണത്തിന്റെ സമർപ്പണത്തിന്റെ സഫലതയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സുരക്ഷിതമായി ഈ പൊങ്കാല സമർപ്പണ ഭാഗത്തിൽ അമ്മയുടെ അനുഗ്രഹമായി സുഹൃത്തുക്കളായി ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഫലതയോടെ ഈ സമർപ്പണം ഞങ്ങളെ കണ്ടുപിടിക്കുക എത്രയാ നടന്നവരെ? എന്തെല്ലാം അറിയാം? അറിയില്ല. വേറെ പേരെന്തേനും? അമ്മയുണ്ട്, അമ്മ മുന്നിലുള്ള. എത്രാമത്തെ പ്രാവശ്യം വരുന്നത്? ഇത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട്. അതെയാ? ഇപ്രാവശ്യം രണ്ടാമത്തെ അല്ലേ? പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് എന്തുണ്ട് അനുഭവം? എന്നാ നല്ല ഒരു മനസ്സുകൊണ്ടോ അല്ലേ? അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നേ. 3 വർഷം ഇടണമെന്നല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റി. ആവശ്യം കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത്ര ആള്. സന്തോഷം. അതെയാ? ഇങ്ങനെ ചുറ്റുപാടും ഉണ്ടാവല്ലോ. ഞാൻ ബേക്കിലുള്ള അറിയില്ല. ഞാൻ ആ ഭാഗത്തുള്ളതെന്ന് വിചാരിച്ചു. അതുപോലെ എല്ലാ അടുപ്പുകളിലേക്കും അഗ്നി എത്തിക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മേൽശാന്തി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ മുന്നിലുള്ള ഒരടുപ്പിൽ അഗ്നി പകരുന്നുണ്ടാവും. പ്രിയ ഭക്തജനങ്ങളെ, പൊങ്കാല സമർപ്പണത്തിനായി എത്തിയ അമ്മമാരും കന്യകമാരും
മറ്റെല്ലാ ഭക്തജനങ്ങളും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ ഇതാ അമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ പൊങ്കാല സമർപ്പണത്തിനുള്ള പൊങ്കാലടുപ്പിൽ അഗ്നിപകരം തന്നെയുള്ള പൂജാകർമ്മങ്ങൾ നടക്കുകയാണ്. മറ്റു സംസാരങ്ങളും ബഹളങ്ങളും ഒക്കെ നിർത്തിവെച്ച് അമ്മയുടെ നാമം മാത്രം മനസ്സിലുരുവിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ നാമം മാത്രം ഉരുവിട്ട് പൊങ്കാലടുപ്പിൽ അഗ്നി പകരുമ്പോൾ നിങ്ങളുടെ അടുപ്പിലേക്ക് കൂടി സേവകന്മാർ അഗ്നി എത്തിക്കുമ്പോൾ നിങ്ങളുടെ പൊങ്കാല അടുപ്പുകളും തെളിഞ്ഞു തുടങ്ങും. അതിനാൽ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് അമ്മയുടെ മനസ്സാവട്ടെ, അമ്മയുടെ അനുഗ്രഹമാവട്ടെ, അമ്മയുടെ പ്രാർത്ഥനയാവട്ടെ നിങ്ങളുടെ മനസ്സിൽ നിറയേണ്ടത്. ഇതാ പ്രാർത്ഥനാവേള അടുപ്പിൽ അഗ്നി തെളിയാൻ ഏതാണ് പ്രിയപ്പെട്ടവരെ, അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രജപം ഉയരട്ടെ. ഓരോ നാമത്തിലും അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമജപം ഉയരട്ടെ. ഈ പൊങ്കാല സമർപ്പണം ഭക്തി നിറഞ്ഞ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമജപം ഉരുവിടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. യുവപ്രതിഭ ചകവേര ശ്രദ്ധിക്കണം. അഗ്നി ജ്വാല കൊണ്ടുവരുന്നത് ചെറിച്ചു പിടിക്കും. നിങ്ങൾ കുത്തിനെ പിടിച്ച എണ്ണ അതിനുള്ള നേരത്തെ ഉണ്ടോ സ്വാമി? നേരത്തെ ഉണ്ടോ? ക്ഷേത്രമുറ്റത്തൊരുക്കുന്ന പണ്ടാര പായസം പൊങ്കാല പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടവർ ക്ഷേത്രം കൗണ്ടറിൽ 60 രൂപ അടച്ച് റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതാണ്. റെസിപ്റ്റുമായി വന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിൽ സേവകന്മാർ പ്രസാദം പൊതിഞ്ഞ് പാക്ക് ചെയ്ത് നൽകുന്നതാണ്. ഒഴിഞ്ഞു കൊടുക്കണമെന്നും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സേവകന്മാർ നൽകുന്ന എല്ലാ അടുപ്പുകളിലേക്കുള്ള അഗ്നി കൊടുത്തയച്ചിട്ടുണ്ട്. വളരെ സാവകാശം, വളരെ ശ്രദ്ധയോടെ ധൃതി കാണിക്കാതെ അടുപ്പുകളിലേക്ക് അഗ്നി പകരേണ്ടതാണ്. മനസ്സിൽ ഇപ്പോ പുക നിറഞ്ഞ സമയമാണ്. വസ്ത്രത്തിന്റെ തുമ്പുകളൊക്കെ ഒതുക്കി വെക്കണം. ആവശ്യപ്പെട്ടതാണ്. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന സത്യസ്വരൂപിണിയും
ആശ്രിതമനസ്സുകയും ആപദ്ബാന്ധവയും കരുണാവാരിധിയുമായ ശ്രീ പൂവത്തൂരമ്മയുടെ തിരുമുന്നിൽ സുഹൃത്തുക്കളായ പുണ്യവതികൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും പൊങ്കാലയാർപ്പണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഉത്തരമലബാറിന്റെ ആറ്റുകാൽ എന്നറിയപ്പെടുന്ന 10 തവണ പങ്കാളിത്തം കൊണ്ട് ഉത്തരമലബാറിന്റെ ആറ്റുകാൽ എന്നറിയപ്പെടുന്ന ശ്രീ പൂവത്തൂരമ്മയുടെ തിരുമുന്നിൽ സമർപ്പിച്ച് അനുഗ്രഹം നേടി ജീവിത വഴികളിൽ നന്മയാകുന്ന തീർത്ഥം മൂർത്താവിൽ തളിക്കപ്പെടുക. അമ്മയുടെ തിരുമുന്നിൽ ഇതാ സുഹൃത്തുക്കളായ പുണ്യവതികൾ പാത്രം ശരീരവും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നിമിഷങ്ങൾ ജീവിത വീതികളിൽ വന്നറിയിക്കുവാൻ അമ്മ പേര് മോന്റെ പേരെന്നാ പേര് പറ. വളരെ ശ്രദ്ധമാണ് മുന്നിലും പിന്നിലും തുടങ്ങുന്ന പറയുന്നതുകൊണ്ടാണ് മുന്നിലും പിന്നിലും ശ്രദ്ധിക്കണം. വരാൻ പാടില്ല. ചെയ്യണമെന്ന് ഇതിന്റെ ഭാഗം ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും അറിയപ്പെടുന്നു. ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും അമ്മയുടെ അങ്ങയോട് നമ്മളെ ആശ്വാസത്തിന്റെ തിരക്കുകയാണ്. ഉത്തരമലബാറിന്റെ ആറ്റുകാലെന്ന് ഖ്യാതിയേകിയാണ് ഈ പുണ്യസമിതി ശ്രീ പൂവത്തൂരമ്മയുടെ വർത്തമാന സഭയിൽ അമ്മയോട് ഒരു സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നാടിന്റെ കൂട്ടായ്മയോടെയും സമഭാവനയോടെയും 1000 മഴവിൽ വർണ്ണങ്ങളായി പൊങ്കാലയർപ്പണത്തിന്റെ സുവർണ്ണ പുണ്യമൊരു തൊഴിലാണ്. പ്രിയ അധ്യക്ഷങ്ങളെ, ആദ്യമായി പൊങ്കാല സമർപ്പിക്കുന്നു. മാഷ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതാത് സമയത്ത് മാത്രം വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒട്ടും പരിശ്രമമില്ല. അമ്മ എല്ലാ കാര്യങ്ങളും ശുഭമാക്കുകയും ഈ സമർപ്പണം പൊങ്കാല സമർപ്പണം നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്
തലത്തിലേക്ക് ഓരോ വസ്തുക്കളും സമർപ്പിക്കേണ്ട സമയം മാഷകൃത്യമായി നൽകുന്നതാണ്. ഇതിനനുസരിച്ച് ചെയ്യുക. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ ചേച്ചി എന്നാന്ന് ഉണ്ടാക്കുന്നത്? ശർക്കര പായസം. പായസം തന്നെയാ? എല്ലാവരും പായസം തന്നെയാക്കുക? വെക്കുന്നവരുണ്ടാവും. ആ, അങ്ങനെ കണക്കൊന്നുമില്ല അല്ലേ അതിന്? ഇന്നതാക്കണം എന്നൊന്നുമില്ല അല്ലേ? ദേവിക്ക് ശർക്കര പായസം അതാ പ്രധാനമല്ലേ? ഭദ്രേ നാരായണ ദുർഗേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്? ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം. അതെയാ? എന്തുണ്ട് പൊങ്കാല ഇട്ടിട്ടുള്ള അനുഭവം? ഓ അടിപൊളിയല്ലേ? അതെയാ? ഞാൻ വെച്ച് വെറുതെ വന്ന് നിൽക്കില്ല, അമ്മേന്റെ കൂടെ വന്നാന്ന് വിചാരിച്ചു. തിളച്ച് നിറഞ്ഞു മറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏറ്റവും നല്ല നിമിത്തമാണ്. നമ്മുടെ പ്രാർത്ഥന എത്രാമത്തെ തവണയാ? നാലാമത്തെയാ? ഉൾക്കൊള്ളുന്നു. സന്തോഷം. പൊങ്കാലക്കലങ്ങളൊക്കെ തന്നെ തിളച്ച് മറയുന്ന ആ ഒരു ടീച്ചറെ എത്രാമത്തെ തവണ ഇടുന്നത്? ഏറ്റവും ഓർമ്മിക്കുന്നതാണ്. ഇനി കത്തിക്കരുത്, പാകത്തിന് ചെറുതായിട്ട് കത്തിക്കാനേ പാടുള്ളൂ. എല്ലാവർക്കും സാധിക്കില്ല. കത്തേണ്ട ആവശ്യമില്ല. മൺകലമായതുകൊണ്ട് ചൂട് നിലനിൽക്കും. കുറച്ചു സമയം പതുക്കെ തിളച്ച് വേവട്ടെ. ടീച്ചർ എത്രാമത്തെയാ? അതിനുശേഷം ഞാനല്ല തുടങ്ങിയത് മുതൽ ഇടുന്നുണ്ട്. ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അമ്മക്ക് സുഖമില്ലാണ്ടായി ആ സമയത്തല്ലേ? ആ സമയം അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം മുടങ്ങി. പിന്നെ ശ്രദ്ധിക്കണം. സാന്നിധ്യവും ഷാളൊക്കെ ഒതുക്കി കെട്ടി വെക്കണം. മുന്നിലും പിന്നിലും ശ്രദ്ധിക്കണം. ഇനി അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പതുക്കെ തിളച്ച് പാകത്തിന് ഇപ്പോ സമയം അതെ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഭക്തന്മാർക്ക് ഇപ്പോൾ ഊട്ടുകരയിൽ നയിക്കുന്നു. ഭക്ഷണം വിള തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഭക്തന്മാർക്ക് 12 മണി വരെ പ്രതികൾക്കായിരിക്കും. ആ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം മറ്റുള്ള
മുട്ടുവരയിൽ ഭക്ഷണം വിളമ്പാനുള്ള വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 3 ക്യൂ സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാവരും ഭക്ഷണം വേഗത്തിൽ നൽകുന്നവർക്ക് വേഗത്തിൽ കഴിക്കാവുന്നതാണ്. മഹാദേവ ക്ഷേത്ര സന്നിധി സൈനികമാവുകയാണ്. ഈ വരുന്ന മാർച്ച് മാസം 28 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാന ഉപദേശ മഹോത്സവം 2025 മാർച്ച് 28 വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ 2 ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷപൂർവ്വം നടക്കുന്നു. എല്ലാ ഭക്തന്മാരുടെയും അറിയിപ്പ് ഓരോ ആണിവെല്ലം സാവകാശം കളത്തിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. വേവ് നോക്കിയിട്ടേ ചെയ്യാവൂ. വരുന്ന വർഷം ജനുവരി മാസം 14 ബുധനാഴ്ച ദിവസം ഈ അമ്മയുടെ സന്നിധിയിൽ യുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഈ സന്നിധിയിൽ വന്നു ചേർന്ന മുഴുവൻ ഭക്തന്മാരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിലയോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കൂട്ടുപടിയിൽ 12:30 കൂടിയിട്ട് അത് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വർഷം പേര് പറഞ്ഞു, എന്റെ പേരൊന്നും കൂടി പറഞ്ഞു. അഞ്ജലി. ഞാൻ അഞ്ജന എന്നാണ് എൻ്റെ പറഞ്ഞ. പിന്നെ പെട്ടെന്ന് പായസം റെഡിയായി അല്ലേ? അടിപൊളി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം അല്ലേ? നല്ല സന്തോഷം. ഹസ്ബൻഡിന്റെ പേര് സരൂർ. ജോബ് റെയിൽവേ. ഇപ്പം മോളെന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നത്? എവിടെയാ? മടിക്കേരി. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കാറുണ്ട് അല്ല? പഠിക്കുന്നുണ്ട് അവിടെ അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്ക് വരികയും. ഓക്കെ. ഹസ്ബൻഡിനോടും അതുപോലെ എല്ലാ കുടുംബങ്ങളോടും ഒരു അന്വേഷണം പറയണം, സ്നേഹാന്വേഷണം അറിയിക്കുക. എന്തായാലും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നല്ലൊരു നേഴ്സായിട്ട് മാറട്ടെ. ഇനി എത്ര വർഷം? ഫൈനൽ. അപ്പോൾ അടുത്ത വർഷം നേഴ്സായിട്ട് നമുക്ക് കാണാം അല്ലേ? ഇതേ സ്ഥലം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാരാ? അമ്മയാ? അമ്മേന്റെ പേരെന്നാ? ഷീബ. എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്? ഞാൻ 9 കൊല്ലായി. ആ, മോള് മൂന്നാമത്തെ കൊല്ലം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെ അല്ലേ? അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തരുന്നോ? നമ്മൾ ഇന്ന് വരുമ്പോൾ ലേറ്റ് ആയിന്, 9:30 ഇവിടെ ഇഷ്ടിക വെക്കുന്നതാണ് നമ്മൾ നിന്ന്. അപ്പൊ നമുക്ക് ഇഷ്ടിക തന്നു. വിവേകാനന്ദ സേവാ സമിതി എന്ന് തുടങ്ങിയ 2026 ജനുവരി 14 ബുധനാഴ്ചയായിരിക്കും വെള്ളിയാഴ്ച മഹാപൂജ, മഹാഗണപതി ഹോമം, അന്നദാനം, ചുറ്റുവിളക്കുകൾ തുടങ്ങിയപ്പോൾ സ്കാൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സമീപത്തുള്ള മഹാദേവന്റെ സന്നിധിയിൽ, ഉമാമഹേശ്വരന്റെ സന്നിധിയിൽ
ഈ വരുന്ന മാർച്ച് 28 മുതൽ ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നാളെ വിട്ടിട്ടുണ്ട്. എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്? അതെയാ? എല്ലാരും എവിടെയാന്ന് വീട്? ഞാൻ മധുക്കോത്ത്, ഒരു മട്ടന്നൂര്, ശ്രീയങ്ങാട് എന്ന സ്ഥലം, ഒരു കൂടാളി കുമ്പത്തല്ലേ. വേറെ എന്നാന്ന് പറയാനല്ലേ? പൊങ്കാല ഇട്ടിട്ടുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പൊങ്കാല ഇട്ടിട്ട് നല്ല അനുഭവമാണ്. എല്ലാ വർഷവും പൊങ്കാല ഇടുമ്പോൾ ഇടാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ത് വിഷമങ്ങൾ വന്നാലും നമുക്ക് ആ ടൈം ആകുമ്പോൾ ഇവിടെ ദേവി എത്തിച്ചേരുന്നുണ്ട്. അതന്നെ നമുക്ക് വലിയൊരു നേട്ടം, സന്തോഷം. വേറെ നിങ്ങൾക്കൊന്നും എനിക്കൊന്നും പറയാനായില്ല. ഇതേപോലെ ഇടാൻ സംഗതി ആക്കി തരണം അമ്മ. ആ ഒരു പ്രാർത്ഥന മാത്രം നമുക്ക്. എന്തെങ്കിലും പ്രാർത്ഥന വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മള് മലക്കുവ മാലയിടുന്നല്ലേ അല്ലേ? ഒരു വർഷം പോയാല് അടുത്ത വർഷം ആകുമ്പോ ആ സമയമാകുമ്പോ നമുക്ക് തോന്നിപ്പിക്കുന്നത് അതാണ്. ആ സമയം കന്യന് മനസ്സിൽ തോന്നുന്നു യാന്ത്രികമായിട്ട് വരും. വിടണമെന്നുള്ള അതിന് മുന്നേന്ത് കച്ചുകൊണ്ടെങ്കിൽ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതൊരു ഭാഗ്യം തന്നെയാണ്. സന്തോഷം നിങ്ങളെല്ലാം കാണാൻ പറ്റില്ല. നമ്മളെ മിനിയേച്ചിയാണ് കേട്ടോ. നിങ്ങൾ എത്രാമത്തെ പൈസ ഇടുന്നത് പൊങ്കാല? ഫസ്റ്റാ? ഈ വർഷം പൊങ്കാല ഇടാൻ തോന്നാൻ കാരണം എന്നാ? ഇവർ വിളിച്ചോണ്ട്. ഇവരെ പേരെന്നാ? എന്റെ പേര് രമണി. അതെയാ? അതറിയില്ല കേട്ടാ. നിങ്ങൾ എത്ര പൈസ ഇടുന്നത്? ഞാനിവിടെ പൊങ്കാല തുടങ്ങിയിട്ട് ഒറ്റ ഒരു പ്രാവശ്യം മുടങ്ങിയില്ല. അതെയാ? അതെന്നാ മുടങ്ങിപ്പോയേ? അതെന്റെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ മോളെ ഭർത്താവ് മരിച്ചോണ്ട്. ഈ പൊങ്കാല ഇത്രയും വർഷം ഇട്ടില്ലേ നിങ്ങള്? അപ്പോ അതിലെന്തെങ്കിലും ഒരു അനുഭവം ഉണ്ട്. ആദ്യം മുതലേ ഉണ്ട്. ഫസ്റ്റിലിടുമ്പോ ഒരു വീട് വേണമെന്ന് വിചാരിച്ച് വീടായി. അങ്ങനെ ഓരോരോ പ്രാവശ്യം ഓരോരോ അനുഭവം ഉണ്ട്. ഇപ്രാവശ്യം എന്റെ മക്കൾക്ക് ജോലി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചതാണ് പൊങ്കാല ഇടുമ്പോ മക്കൾക്ക് ജോലിയായി ഇപ്രാവശ്യം ഇടാം. അങ്ങനെ ഇപ്രാവശ്യം ഇട്ടു. ഇപ്രാവശ്യം വിചാരിച്ചു അടുത്ത പ്രാവശ്യം സംസാരിക്കണം, അടുത്ത പ്രാവശ്യം ഇടാന്ന് വിചാരിച്ചു. സന്തോഷം തന്നെ അല്ലേ? ഇവിടെ വന്നതുകൊണ്ട് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടല്ലേ പൊങ്കാല ഇടുന്നത്? പിന്നെ പറയാനുണ്ടാ, ഒരു മാസം എടുക്കുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു. വേറെ എന്തെങ്കിലും നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത്? വ്രതം എടുക്കണ്ടേ? വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യണ്ടേ? ബാക്കിയെല്ലാം ഇവിടെ തന്നെ തരും അല്ലേ? പൊങ്കാല ഇടേണ്ട കിറ്റെല്ലാം ഇടുന്നത് തരും. ഒരു വിഷമവും ഇല്ലല്ലോ. വ്രതം എടുത്ത് വന്നാ ഒരു വിഷമവും ഇല്ല. എന്തായാലും അമ്മ കൈവിടൂല അല്ലേ? അമ്മേനെ പ്രതീക്ഷിച്ച അമ്മ കാക്കും നമ്മൾ. എന്തായാലും അമ്മ കൈവിടൂല. അത് ഇത്രയും കൊല്ലത്തെ അനുഭവമാണ് എനിക്ക്. എനിക്ക് വീടില്ലേനും ഞാൻ തറയമ്മല് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ട് നിന്നതാണ്. 7 കൊല്ലം നിന്നിരുന്നു. ആ 7ാമത്തെ കൊല്ലാണ് ഇവിടെ പൊങ്കാല തുടങ്ങിയത്. അപ്രാവശ്യം വന്ന് പൊങ്കാല ഇട്ടു. അന്നേരം മനസ്സിൽ വിചാരിച്ച അടുത്ത പ്രാവശ്യം പൊങ്കാല ഇടുമ്പോ വീടൊന്ന് ഒരു ചോരാതെ അങ്ങനെ. എന്റെ വീട് മിനിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ. ചെയ്യുന്നുണ്ടോ? കണ്ണൂരിലെ നെസ്റ്റോയിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് എന്താണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം? മനസ്സിൽ തോന്നുന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞിങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. ഇളമീൻ്റെ മോള് പറഞ്ഞിങ്ങനെ ആദ്യമായിട്ട് വരുന്നതാണ്. സന്തോഷല്ലേ? നല്ല ഇതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പൊങ്കാല സാധിക്കുന്നുണ്ട്.
അതുകൊണ്ടാ ഇങ്ങോട്ട് വരാൻ മാഷ് വൈഫാണ്. അപ്പോൾ നമസ്കാരമുണ്ട്. പൊങ്കാലയെ പറ്റി രണ്ട് വാക്കിൽ ഒതുങ്ങില്ല, എന്നാലും നമുക്ക് കുറച്ച് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായി 2 വാക്ക്. പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് പോത്തൂരമ്മക്ക് മകരപ്പൊങ്കാല, മകരസംക്രമ ദിനാന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 17ാമത്തെ വർഷമാണ് ഇവിടെ അമ്മക്ക് എല്ലാവരും ചേർന്ന് പൊങ്കാലയിട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് ആൾക്ക് കാര്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ കാര്യം സാധിച്ചിട്ട് വരുന്നവരാണ് പിന്നെയും അമ്മേൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ് പിന്നെയും വരുന്നത്. അപ്പോൾ നമ്മളിത് മാതൃസമിതി എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടാണ് ഇവിടെ ഇതിൻ്റെ കുറേ ദിവസം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാം ശുചീകരണവും പിന്നെ കിറ്റ് ഇതാക്കലും എല്ലാം. അങ്ങനെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ എല്ലാ വർഷവും ഇതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ വന്ന് പൊങ്കാലിടാൻ പറ്റണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാസർഗോഡ്, മലപ്പുറം, തിരൂര് അവിടെ നിന്നെല്ലാം വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിന് അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിന് മുഴുവനും അതുപോലെ കേരളത്തിന് പുറത്ത് എല്ലാവർക്കും ഇതിനെപ്പറ്റി പറയാണ്ടെന്ന് നമ്മൾ പറയാണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ മലയാളികൾ തന്നെ ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം US-ലാണ്. അതുപോലെ കുറേ മാഷ്ക്ക് അറിയുന്ന കുറേ ഫ്രണ്ട്സ് US-ന്നെല്ലാം കാണുന്നുണ്ട്. US, ദുബായ്, ബഹ്റൈൻ അങ്ങനെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ലൈവാക്കും, എല്ലാവർക്കും കാണാൻ വേണ്ടി. അപ്പോൾ അവരും എല്ലാം വിചാരിക്കുന്നത് നേരിട്ട് കാണണം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നേരിട്ട് വന്നിട്ട് കാണുക, ഇതിലെല്ലാം പങ്കെടുക്കുക എന്നുള്ള ഒരു വേറെ തന്നെ അനുഭവമാണ്, അല്ലെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എന്തായാലും കുറച്ചാണ് നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. പേര് പറഞ്ഞിട്ടില്ല, പേരൊന്നും പേര് പ്രസന്ന. സന്തോഷം സംസാരിക്കാൻ ഇതിന്റെ ഡ്രസ് കോഡ് നല്ല രസമുണ്ട് കേട്ടോ. ആണ് ചോറ് തന്നെ ഓടുന്നു. ഞാൻ പറയാം, ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നമ്മൾ കാണുന്നത്. ഈ പൊങ്കാലയുടെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളിലൊന്ന് പറയാൻ പറ്റുമോ? പറയാം. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ വിജയദശമി കഴിഞ്ഞാൽ ഒരു നല്ല ദിവസം നോക്കിയിട്ട് നമ്മളിവിടെ ആദ്യം ഇഷ്ടിക കഴിഞ്ഞ് ഈ വർഷത്തെ ഇഷ്ടികെല്ലാം പൂപ്പ് പിടിച്ച് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉരച്ച് കളറ് മുക്കണം. പിന്നെ ഈ പറമ്പെല്ലാം കാട് കളഞ്ഞ് വൃത്തിയാക്കണം. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ വൃത്തിയാക്കണം. പിന്നെ ഊട്ടുപുര അങ്ങനെ എല്ലാ സ്ഥലങ്ങളും. പിന്നെ നടന്നു വരുന്ന അവിടുന്ന് മെയിൻ ഹൈവേ മുതൽ താഴോട്ട് റോഡ് എല്ലാം വൃത്തിയാക്കി കത്തിച്ച് അങ്ങനെ ഒരു നവംബർ മുതൽ ജനുവരി 4 വരെ നമ്മളിവിടെ തിരക്കിലാണ്. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ 3 അഖണ്ഡനാമ ജപം. നമ്മളിതിന് ഒരു വിഘ്നവും ഇല്ലാണ്ട് അമ്മേൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി തീയുള്ള കാര്യമല്ലേ, അപ്പോൾ ഒന്നും ആപത്തില്ലാണ്ട് ശരിയാവാൻ വേണ്ടിയിട്ട് 3 അഖണ്ഡനാമ ജപം ജപിക്കും രാവിലെ ഉദയം മുതൽ അസ്തമയം വരെ. അപ്പോൾ 5-ാം തീയതി ലാസ്റ്റ് അഖണ്ഡനാമ ജപം എന്നാണ് നമ്മൾ ഈ അരിയും വെല്ലവും എല്ലാം പേക്കാക്കി വെക്കുന്നത്. അതെല്ലാം നമ്മൾ തന്നെ. മാതൃസമിതിയുണ്ട്, പിന്നെ ഇവിടുത്തെ ആണുങ്ങളുണ്ട്, കമ്മിറ്റിയിൽ ചെറിയ ആൾക്കാരുണ്ട്, എല്ലാവരും. അങ്ങനെ നമ്മളൊരു വലിയൊരു കൂട്ടായ്മേന്റെ വലിയൊരു വിജയം. ഒരു തട്ടുമുട്ടും കൂടാണ്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ആർക്കും ഇവിടെ പണി എടുത്തിട്ട് ആർക്കും ക്ഷീണാവില്ല. എല്ലാവർക്കും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. സന്തോഷം അറിഞ്ഞത്. അടുത്ത വർഷം കാണാം. പൂവത്തൂർ നമുക്ക് മകരപ്പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക്, ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന ആളാണിത്. പേര് പറയും? വിനോദ് കക്കോത്ത്. ഇപ്പൊ എത്ര ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കി? ഇന്ന് 8000 ആൾക്കാർ. ഇന്ന് 8000 ആൾക്കാർ അല്ലേ? പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണ്? ഇന്ന് സാമ്പാർ, ഇഞ്ചിക്കറി, പിന്നെ അച്ചാർ. സാമ്പാറും ഇഞ്ചിക്കറിയും അച്ചാറുമാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ആയിരങ്ങൾ കഴിച്ച് പോയി കഴിഞ്ഞു. ഇനി ഇതേപോലെ ആയിരങ്ങൾ കഴിക്കാനുണ്ട്. അവർക്കെല്ലാം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുണ്യകർമ്മം ഇതാണ്. ഇതിനോട് വിശപ്പ് മാറ്റുക, ഇതാണ് പുണ്യകർമ്മം. പ്രധാന എണ്ണി കൊടുത്താൽ തൃപ്തിയാകും, പക്ഷേ ഇതിന് ആകെ തൃപ്തിയാവും. അതെ. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാവരും നല്ല വിശപ്പടക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അതാണ് ഒരു അനുഗ്രഹം. അതെ, ആ ഒരു അനുഗ്രഹം എല്ലാവരുടെയും പ്രാർത്ഥനയും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. പിന്നെ പേര് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു വിനോദ് കക്കോത്ത് തന്നെ. ഈ കക്കോത്തെ കാവുമായിട്ടുണ്ടെങ്കിൽ ബന്ധമുണ്ടോ നിങ്ങൾക്ക്? കാവിലെ ആളാണ് ഞങ്ങൾ. കാവിൻ്റെ ഇപ്പോഴുള്ള ട്രസ്റ്റ് അംഗമാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം ക്ഷേത്രം ഇപ്പം എങ്ങനെയാണെന്നുള്ളത്. അതെ, അവിടെയും ഞങ്ങൾ ഉത്സവത്തിന് 3 ദിവസം 70,000 ആൾക്ക് ഭക്ഷണം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മലയാള മാസം 17-ന് എല്ലാ മലയാള നടക്കുന്ന അന്നദാനം അവിടെ നടത്തുന്നുണ്ട്. ഇമ്മാസം നടക്കുന്ന ഈ ജനുവരി 17-ലാണ്. അന്ന് 5000 ആൾ ഭക്ഷണം എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ ഭക്ഷണം. ഇപ്പം പാചകമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതായത് അമ്പലത്തിൽ മാത്രമാണ്? അല്ലല്ല, എല്ലാ ഭക്ഷണത്തിനും പോകുന്നുണ്ട്. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. കല്യാണങ്ങൾ, ഓഡിറ്റോറിയം, എല്ലാ പരിപാടിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയത് എത്ര പേർക്ക്? ഞാൻ 25,000 ആൾക്ക് ഇവിടുന്ന്. 25,000 ആൾക്ക് ഇവിടുന്ന്. ഫസ്റ്റിലത്തെ പൊങ്കാലക്ക് സപ്താവല്ലത്തുള്ളതെന്ന് പറഞ്ഞ ആ സമയത്തിന് 25,000 ആൾ ഭക്ഷണം. അതെല്ലാം അമ്മേൻ്റെ അനുഗ്രഹമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ വളരെ ഉഷാറായിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി അവരെ ആഗ്രഹിച്ചു. ദേവി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടതിനും സംസാരിക്കാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റി, നന്ദിയുണ്ട്. പിന്നെ നമുക്കിനി അതിൽ അടുത്ത് നിങ്ങൾക്ക് നമുക്ക് ഒരിക്കലും കൂടി കാണാൻ കക്കോത്തെ കാവിനെ പറ്റി വിശദമായിട്ടൊന്ന് നമുക്ക് അറിയാനുണ്ട്. വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ക്ഷേത്ര ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വളരെ വ്യത്യസ്തമായ ചടങ്ങുകളോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒരുപാട് സന്തോഷം നമ്മുടെ ഭാഗത്ത്. ചങ്ങായിമാരെ നമ്മള് പൊങ്കാലയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയട്ടാ. എന്തുണ്ട് അമ്മേ, നമുക്കെന്നാ പറയാ? പൊങ്കാലൊക്കെ ഭയങ്കര തിരക്ക്. ഇക്കൊല്ലം ഞാനും പൊങ്കാല ഇടണമെന്ന് വെച്ചു, പക്ഷെ വ്രതം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പൊങ്കാല ഇടാൻ. ചങ്ങായിമാരെ 9 ദിവസം വ്രതം എടുക്കണം പൊങ്കാല ഉണ്ടെങ്കിൽ. അതിനുശേഷം മാത്രമേ പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റൂ. ഭയങ്കര അഭൂതപൂർവമായ ഭക്തജന തിരക്കും. പൊങ്കാല ഇടാനും ഞാൻ ആദ്യം കണ്ടവരും വെച്ച് കുറച്ചാളേ ഉള്ളൂ. അമ്പലം ചുറ്റി നടന്നു നോക്കുമ്പോൾ ചുറ്റിലും ആൾക്കാരാണ്, ഒരുപാട് ആളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ നടക്കുന്ന റോഡ് മേലുണ്ടായിരുന്നോ? അതെല്ലാം ഉണ്ട്. റോഡ് മേലോട്ട് ചുറ്റി വളഞ്ഞ് പറമ്പത്ത് കുറേ പറമ്പിലായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ട് കണ്ടതാണ്. ഒരു നല്ലൊരു കാഴ്ചയും കുറേ ഭക്തന്മാരെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വേറെ എന്താ പറയാ, ഇവരത്ത് കർണാടകത്തിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടേനു ആള് പൊങ്കാലയുടെ. ഞാൻ ചോദിച്ചാൽ ഒന്ന് എവിടെയാന്ന് പറശ്ശിനിക്കടവ്, ഒന്ന് പുതിയ തെരു, ഒന്ന് എവിടെയാന്ന്, അങ്ങനെ ദൂരെ ദൂരെല്ലാം ഉള്ള കുറേ ഉണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.